ഹലോ ഡിയേഴ്സ്, ഇന്നാണ് നമ്മുടെ പിക്നിക് ഡേ. ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആൻഡ് ഫാമിലീസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബസ്സിനാണ് പോകുന്നത്. ഇവിടെ പഞ്ചാബിൽ തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ധാരാളം കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ പഞ്ചാബിൽ നിറയെ കൃഷിയാണ്. അങ്ങനെ കണ്ടൊരു സംഭവമുണ്ട്. ഇത് പോപ്പുലർ ട്രീസ്. ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇത് നമ്മുടെ മാച്ച് ബോക്സിൻ്റെ സ്റ്റിക്കൊക്കെ ഇല്ലേ, തീപ്പെട്ടി കോല ഉണ്ടാക്കാനും അതുപോലെ തന്നെ പേപ്പർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ ഒരു യൂസ്. അതുപോലെ തന്നെ നിറയെ പേൾ മില്ലറ്റിൻ്റെ പാടങ്ങളും ഈ ഒരു സീസണിൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഈ ഒരു മഞ്ഞപ്പാടമാണ്. ഇതാണ് കടുക് പാടം. അങ്ങനെ നമ്മൾ നമ്മുടെ പിക്നിക് സ്പോട്ടിലെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വലിയ ഹോളായിരുന്നു. അവിടെ ലോൺ ഏരിയക്കുള്ളൊരു ഹോളായിരുന്നു. പുറത്ത് നല്ല സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ ചെന്നപ്പോൾ നമുക്കൊരു സ്നാക്ക് ബോക്സ് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിംസൊക്കെ കളിക്കുകയാണ്. കിഡ്സിൻ്റെ ഗെയിംസും അതുപോലെ തന്നെ കിഡ്സിൻ്റെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ ലേഡീസിൻ്റെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. വളരെ രസകരമായിരുന്നു. ലെമൺ റൈസ്, മ്യൂസിക്കൽ ചെയർ, അങ്ങനെയൊക്കെ ഗെയിംസൊക്കെ ഒരുവിധം കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ചിന് മൊത്തം പതിവ് പോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സാധനങ്ങൾ തന്നെയായിരുന്നു. പനീർ കറി, റൊട്ടി, റൈസ്, മിക്സ് വെജ്, ഗുലാബ് ജാമുൻ, അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് ഈ ഫുഡൊന്നും അത്ര പിടിക്കില്ലായിരുന്നു നോർത്ത് ഇന്ത്യൻസിന്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കഴിച്ച് നല്ല ഇഷ്ടമാണ്. അതിന് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹിന്ദിക്കാർ പെണ്ണുള്ള മെയിൻ പരിപാടിയാണ് ഈ ഡാൻസ് കളിക്കൽ. ഏതൊരു ഫംഗ്ഷനിലും ഇവരിങ്ങനെ തന്നെയാണ്. ഇത് നമുക്കൊരു ഗെയിമിൽ ഗിഫ്റ്റ് കിട്ടിയ ഡയറി മിൽക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഗെയിമിലേക്ക് തമ്പോലയുടെ ടിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ടിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഒരാൾ തുള്ളിച്ചാടി വരുന്നുണ്ട് ഗിഫ്റ്റും കയ്യിൽ പിടിച്ചിട്ട്. അങ്ങനെ ഒരു ചെറിയ പിക്നിക് ആയിരുന്നെങ്കിലും അത് വളരെയധികം എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് മൊത്തം ഹിന്ദിക്കാരായിരുന്നെങ്കിലും എല്ലാവരെയും വൈബ് ഒന്നായിരുന്നു. ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണെങ്കിലും എല്ലാവരെയും വൈബ് ഒന്ന് തന്നെയായിരുന്നു. തിരിച്ച് വീട്ടിലെത്തി. രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഡിന്നറിന് നമുക്ക് ബിരിയാണിയൊക്കെ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വീട്ടിൽ വന്നപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി. അപ്പോൾ ലെമൺ റൈസ് എനിക്ക് സെക്കൻഡ് ഇടായിരുന്നു. അതിന് കിട്ടിയാണ് കേട്ടോ ഒരു പെർഫ്യൂം സെറ്റ്. അതുപോലെ തന്നെ കിഡ്സിന് കിട്ടിയതാണ് ഈ ഒരു എക്സാം ബോർഡ് ബുക്കൊക്കെ.